ഹായ് ഗേൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ DIY പേപ്പർ സോപ്പിൻ്റെ ലാസ്റ്റ് ഫൈനൽ പാർട്ടാണ്. പേപ്പർ സോപ്പ് ഉണ്ടാക്കി ബോക്സൊക്കെ സെറ്റാക്കിയ ശേഷം ഞാൻ കാണിച്ചത്. സോ സ്റ്റിക്കറിനോട് കൂടി സെറ്റാക്കി പേപ്പർ സോപ്പ് DIY പേപ്പർ സോപ്പ് വർക്കിംഗ് ആണെന്ന് പറയാൻ വേണ്ടി ഞാൻ താഴെ പാത്രത്തിൽ വെള്ളം എടുത്തുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ടെസ്റ്റിങ് കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രസമില്ലേക്കാണ്. അതിന് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് അങ്ങനത്തെ കാണിച്ച പോലെ ഡ്രൈ ആവാൻ വെച്ചപ്പോൾ വൃത്തിൻ്റെ മണം പീസ് അങ്ങനെ പറയുന്നത്. കാരണം സോപ്പിൻ്റെ മണമാണല്ലോ അതിനുണ്ടാവാം. ആ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് കൈ കഴുകാം. സിമ്പിളാണ്, എനിക്ക് ഈസിയാണ്, സിമ്പിളായി നമുക്ക് കഴുകാൻ പറ്റും. ഞാനത് ഉപയോഗിച്ചിട്ട് കൈ കഴുകാൻ പോവാണ്. സോ ലെറ്റ്സ് ഇറ്റ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇതാണ് ഞാൻ കയ്യിൽ കുറച്ച് ആദ്യം തന്നെ വെള്ളം ആക്കിയതിന് ശേഷം അത് വെക്കുക നല്ലതായിരിക്കും. അതുമ്പോൾ പേപ്പർ സോപ്പ് കയ്യിൽ വെച്ചിട്ട് കുറച്ച് വെള്ളത്തുള്ളി ആക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് വെച്ചിട്ട് ഞാൻ ഈ ഓവർ ആക്ഷനൊക്കെ വെറുതെ ഞാനിത് എത്രയോ തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഓവർ ആക്ഷൻ ഇട്ടതാണ് ഗൈസ്. നിങ്ങളിത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത മാതിരി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓവർ ആക്ഷൻ ഇട്ടതാണ് ഗൈസ്. ഒരു ഓവർ ആക്ഷൻ ഇട്ടതാണ്. അങ്ങനെ പീമ്പളൊക്കെ സോപ്പ് വരും. പിന്നെ നമുക്ക് നമ്മുടെ ആ സോപ്പ് പേപ്പർ കൊണ്ട് ഇങ്ങനെ ചളിയൊക്കെ പോക്കാൻ പറ്റുന്നുള്ള ഇത് ഇടയിൽ സോപ്പൊക്കെ പോയി കിട്ടും. പിന്നെ ഞാൻ ചെയ്തത് വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് കൈ കഴുകുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ. സോ ബൈ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്. ബൈ, സീ യു ഗൈസ്. ഫോളോ മീ ഫോർ മോർ വീഡിയോസ്. ബൈ.